കായംകുളം നഗരസഭയിൽ INLന്റെ നേതൃത്വത്തിൽ CPMനെതിരെ മുസ്ലിം ഏകീകരണം ഉണ്ടായെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത്. INL സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തായത്. ന്യൂനപക്ഷ ഇടതിനോട് അകലുന്നുവെന്ന CPMന്റെ ഒരു വിഭാഗത്തിലെ വിലയിരുത്തൽ ശരിവയ്ക്കുന്നതാണ് കായംകുളത്തെ സംഭവം. INLന്റെ നേതൃത്വത്തിൽ CPMനും ഇടതുപക്ഷത്തിനുമെതിരെ കായംകുളം നഗരസഭയിൽ മുസ്ലിം വോട്ടുകൾ സ്വരൂപിച്ചുവെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശമാണ് INL സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിസാർ കക്കോന്തറയുടേതായി പുറത്തു വന്നത്. ജയിച്ചത് രണ്ടും മുസ്ലിം കോട്ടയിലാണ്. അവിടെ സ്വർണ്ണപ്പാളിയും UDF തരംഗമൊന്നുമില്ല. ജയിച്ചത് സ്വതന്ത്ര UDF അല്ലേ ജയിക്കേണ്ടത്. എന്താ UDF ജയിക്കാൻ? അവിടാണ് പ്രശ്നം. UDF പിടിച്ചെത്ര 90 വോട്ട്. CPMന്റെ സ്ഥാനാർത്ഥി CPMന്റെ സിറ്റിംഗ് സീറ്റിൽ 140 വോട്ട് പിടിച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാഹിബെ, ആത്മീയതയ്ക്ക് അത്രയ്ക്ക് പവറാ സാഹിബെ. എല്ലാ ആൾക്കാരും വരും അവരുടെ വിഷമം പറയാൻ. നമ്മൾ കേൾക്കും, അതിന് പരിഹാരം കാണും. അപ്പോൾ നമ്മൾ പറയുന്നിടത്തേ അവർ നിൽക്കത്തുള്ളൂ. കായംകുളം നഗരസഭ 1, 6, 25, 26 വാർഡുകളിൽ സ്വതന്ത്രരെ INL പിന്തുണച്ചതായാണ് വ്യക്തമാക്കുന്നത്. ശബ്ദ സന്ദേശത്തിൽ ഉടനീളം പച്ചയ്ക്ക് വർഗീയത പറയുന്നതും കേൾക്കാം. നമ്മൾ നിർത്തി നമ്മൾ പിന്തുണച്ച സ്വതന്ത്രന്മാരാണ് ഇവിടെ ജയിച്ചത്. അതുപോലെ CPMന്റെ ഈറ്റില്ല. അവിടെ ഹിന്ദുക്കളും ഒന്നുമില്ല. മൊത്തം മുസ്ലിം. ഹബീബുള്ളയുടെ വാർഡും ഹബീബുള്ളയുടെ മോള് ജയിച്ച വാർഡും മൊത്തം മുസ്ലിം. 10-20 ഹിന്ദു വോട്ടേ ഉള്ളൂ, 20 വോട്ട്. അവിടെയാണ് 3 വാർഡ് നമ്മൾ തോൽപ്പിച്ച്. അവിടെ ഹബീബുള്ള നല്ല കളി കളിച്ച്. ഈ ഭാഗത്ത് 4 വാർഡിൽ ഞാനും കളിച്ച്. അപ്പോൾ അവർക്ക് അത്രയും സീറ്റ് നഷ്ടമായി. കഴിഞ്ഞ തവണ ഒരു 18 സീറ്റും ബാക്കി സ്വതന്ത്രന്മാരെയും വെച്ച് മത്സരിപ്പിച്ച് നമുക്ക് ഏതാണ്ട് ഒരു 6 സീറ്റോളം അവരെ തോൽപ്പിക്കാനും പറ്റി. 2 സ്വതന്ത്രന്മാരെ ജയിപ്പിക്കാനും പറ്റി. 2015-ലും 20-ലും INLനെ കൂടെ നിർത്തിയപ്പോൾ കായംകുളത്ത് LDF വിജയിച്ചെന്നും ഇത്തവണ അവഗണിച്ചപ്പോൾ 14 സീറ്റാണ് CPMന് നഷ്ടമായതെന്നും നിസാർ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഇതേസമയം CPM തോൽവിക്ക് കാരണം കഴിഞ്ഞ ഭരണസമിതിയിലെ അഴിമതിയും CPMലെ വിഭാഗീയതയുമാണെന്നാണ് വിലയിരുത്തൽ. ജനം, ആലപ്പുഴ.